ഇവൻ എങ്ങനെയാ പോണേ? ആ മനു! ഇപ്പൊ എല്ലാം തീർന്നനെ. ആരോടാ ഈ ചാറ്റിംഗ്? ആരോടാ? ആൻമേരി ഓ കൊച്ചിക്കാരി, എന്തായി? വല്ലതും നടക്കുവോ? എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ അവിടെ എന്തെങ്കിലും കോഴ്സ് ചേരണം. ഇവന് ഭ്രാന്താടാ, ഒരു പെണ്ണിന് വേണ്ടിട്ട് അവിടെ പോയി കോഴ്സ് ചെയ്യാൻ. അതുകൊണ്ട് മാത്രല്ലടാ, എനിക്കെന്റെ ഈ നശിച്ച വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. വീടിന് എന്താ കുഴപ്പം? വീടിന് കുഴപ്പമൊന്നുമില്ല, അവിടെ ഉള്ളവർക്കാ കുഴപ്പം. +2 കഴിഞ്ഞിട്ടും ഞാൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന് അവരുടെ വിചാരം. ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു കോപ്പുമില്ല. ഇതാണ്ടാ ഇവനൊക്കെ ഫ്രീക്കായി നടക്കുമ്പോ എനിക്കും ആഗ്രഹ, പക്ഷേ നോ രക്ഷ. എന്നിട്ട് ഏത് കോഴ്സിനാ ചേരുന്നേ? അങ്ങനെ ഇന്ന കോഴ്സിനൊന്നുമില്ല, ഏതെങ്കിലും ഒരു കോഴ്സ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആയാലോ? നല്ല സ്കോപ്പാന്ന് പറയുന്നത്. എന്ത്? ആരോറോട്ടിക്കോ? അത് വേണ്ട, എനിക്കെന്നെ പറയാൻ കിട്ടുന്നില്ല. വേറെ എന്തുണ്ടെങ്കിൽ പറ, സ്കോപ്പ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. വേറെ മറൈൻ എഞ്ചിനീയറിംഗ് ആയാലോ? മറൈൻ എഞ്ചിനീയറിംഗോ? അത് കുഴപ്പമില്ല, പക്ഷേ ഇത് വീട്ടിലെങ്ങനെ അവതരിപ്പിക്കുന്ന? എന്റെ പുന്നാരേട്ടൻ അവൻ ആപ്പ് വയ്ക്കും, അത് ഉറപ്പാ. കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. എടാ, നമ്മൾ സീനിയറായ പ്രവീൺ ഇല്ലേ, അവൻ ഈ കോഴ്സാ ചെയ്യുന്നത്. അന്നാള് ഞാൻ ടൗണിൽ വെച്ച് കണ്ടപ്പോ അവനോട് പറഞ്ഞതാ, കൊച്ചിയിൽ തന്നെയാ. അവനെ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ ഡൺ. ഓക്കെ, എന്നാ വിട്ടാലോ? നല്ല മഴ വരുന്നുണ്ട്. എടാ മഴയൊന്നും പെയ്യില്ലടാ, ഇവിടെ ഇരിക്കി. നീ അവിടെ ഇരുന്നു, ഞങ്ങള് പോവാ. റമീസേ വാ. ആ എന്നാ നിങ്ങൾ വിട്ടോ. ദീപം 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 രാമ 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 പാഹിമ രാമപാദം ചേരനെ മുകുന്ദ രാമ പാഹിമ. മഴ പെയ്യുന്ന കാണാനില്ലേ? മഴക്കാലം നീട്ടിലറിഞ്ഞൂടെ? പോകുമ്പോ ഒരു കൊടയെടുത്താലെന്താ? നീ പോടി. എടാ, മഴ പെയ്യുമ്പോ നിനക്ക് എവിടെങ്കിലും ഒന്ന് കേറി നിന്നാലെന്താ? എന്റെ മോനെ ആകെ നനഞ്ഞൂലോ. മനു, മനു, മോനെ മനു. ദേ വരുന്നു. കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്, വന്ന് കുടിച്ചേ. വാ. അമ്മേ. ആ എന്താ മോനെ? എനിക്ക് കൊച്ചി പോയി ഒരു കോഴ്സ് ചെയ്യണം. കൊച്ചിയിലോ? എന്ത് കോഴ്സാ മോനെ? മറൈൻ എഞ്ചിനീയറിംഗ്. അതെന്താ, ഇവിടെ ഒന്നും ഇല്ലേ ആ കോഴ്സ്? ഇല്ല. അതേത് കോഴ്സാടാ ഇവിടെ ഇല്ലാത്തത്? മറൈൻ എഞ്ചിനീയറിംഗ്. ആരാ മറൈൻ എഞ്ചിനീയറിംഗ് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത്? പാലക്കാട് ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഫീസ് കൂടുതലാ. ഫീസ് കുറവുള്ളത് വേറെ എവിടെയാ? കൊച്ചിയില്. അവിടെ എത്രയാണോ ഫീസ്? ഇവിടെ 3 ലക്ഷം, അവിടെ 2 ലക്ഷം ഉള്ളൂ. 2 ലക്ഷോ? എവിടുന്നപ്പ ഇത്രയും പൈസ? അന്ന് ഏട്ടന് 3 ലക്ഷം വന്നപ്പോ അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. അതല്ല മോനെ,
ഏട്ടന് വേണ്ടി എടുത്തത് തന്നെ അടവ് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ പുതിയൊരു ലോൺ എടുക്കുക? അല്ലെങ്കിൽ എന്റെ കാര്യം വരുമ്പോ എങ്ങനെയാ എനിക്കറിയാം. മോനെ വേണ്ട. പോണം, ഈ നശിച്ച വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോണം. മനു മോനെ ഒന്ന് റേഷൻ കട വരെ പോയിട്ട് വരുമോ? ഈ അമ്മയെ കൊണ്ട് തോറ്റു. എനിക്കിന്ന് വേറെ പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ നാട്ടിലെ റേഷനരി തിന്നണത് നമ്മൾ മാത്ര. അത് തിന്ന് മടുത്തു. കാലില് നീര് വീണിരിക്കാൻ മോനെ, നടക്കാൻ പറ്റണില്ല. അതുകൊണ്ടാ നിന്നോട് പറഞ്ഞേ. അമ്മ പോണ്ട, ഏട്ടനോട് പറഞ്ഞൂടാ അമ്മയ്ക്ക്. ഏട്ടൻ ഇന്ന് ഇന്റർവ്യൂ ഉണ്ട് അത്രേ, അതിന് പോവാനുള്ള ഒരുക്കത്തിലാ. എന്തിനാ പോണത്? ബാംഗ്ലൂർ കിട്ടിയതല്ലേ. പോവില്ലാന്ന് വാശി പിടിച്ചിട്ട് നാട്ടിൽ കിട്ടാൻ നടക്കല്ലേ. ഞാൻ അയച്ച എപ്പ പോന്ന് ചോദിച്ചാ മതി. അതുകൊണ്ടൊന്നല്ല അമ്മ, അവന് റേഷൻ കടയിൽ പോന്ന് കുറച്ചലാ. നിനക്കോ? എനിക്കും. നിന്റെ കാര്യം പറഞ്ഞാ മതി. അവൻ പോവാറുണ്ട്. അച്ഛനെവിടെ? അച്ഛനോട് പോവാൻ പറ അമ്മ. അച്ഛൻ രാവിലെ ചായ പോലും കുടിക്കാതെ വാഴത്തോട്ടത്തിലേക്ക് പോയിരിക്കുക. നിന്റെ മോനൊന്ന് ഓടിപ്പോയിട്ട് വാ. അമ്മയ്ക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞാൻ ഇന്ന് വിനീതിനോട് അവന്റെ പെങ്ങടെ വീട്ടിലേക്ക് പോവാ. ശരി, ഞാൻ തന്നെ പൊക്കോളാം. എന്തായി മനു നിന്റെ കൊച്ചിയിലെ കാര്യം? അമ്മയോട് പറഞ്ഞിട്ടുണ്ടാ. എന്താവെന്ന് അറിയില്ല, അതെന്റെ ഭാഗ്യം പോലെ ഇരിക്കും. മനു നിന്റെ അമ്മയല്ലേ പോണത്? നിർത്തണോ? വേണ്ട വേണ്ട, നീ വിട്ടോ. ശരിയടാ, ഞാൻ പോട്ടെ. ശരി, കാണാം. നീ വരുമ്പോ അമ്മയെ കണ്ടില്ലേ? അമ്മ വരുന്നുണ്ട്. അമ്മ എന്തോ കോഴ്സിനെ പറ്റി പറഞ്ഞല്ലോ. അതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടച്ചാ, നല്ല സ്കോപ്പാ. എന്റെ സീനിയർ ആയിരുന്ന പ്രവീൺ അതാ പഠിച്ചോണ്ടിരിക്കുന്നത്. എങ്കി അവനോട് ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്ക്. പൈസ എവിടുന്നെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. അതില്ലാത്തോണ്ട് ഇനി ഭാവി കളഞ്ഞു എന്ന് വരരുത്. ശരി അച്ഛാ. ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. എന്നെയോ? എന്തിനാ? നമ്മളുടെ മോന് കൊച്ചി പോവല്ലേ, അത് പറയാൻ. അല്ലാണ്ട് എന്തിനാ? അതിനിപ്പോ എന്താ എത്ര പറയാൻ? ഇവൻ പോകുന്നത് ദുബായിക്കൊന്നും അല്ലല്ലോ, ഈ കൊച്ചിയിലേക്കല്ലേ. നീ കരുതുന്ന പോലെ കൊച്ചി പഴയ കൊച്ചി അല്ല. കൊച്ചി ഏതായാലും എന്താ, പോണത് ഇവനല്ലേ. നിനക്കെന്താ അവൻ പോകുന്നല്ലേ? അസൂയ, അല്ലാണ്ടെന്താ. എനിക്ക് എന്തിനാണ് നിന്നോട് അസൂയ? ഒരു പരിചയമില്ലാത്ത പെണ്ണിനു വേണ്ടി കൂട്ടുകാരും വീട്ടുകാരെല്ലാം ഒഴിവാക്കി നിന്നോട് എനിക്ക് അസൂയല്ല, പുച്ഛവാടാ. എനിക്ക് പുച്ഛവാ. ഡാ ശരി, അടുത്ത ആഴ്ച കാണാം. ഡാ വന്നിട്ട് കഥകൾ പറഞ്ഞു തരണേ. ഓക്കെടാ. അങ്ങനെ ഞാൻ എൻ്റെ മുത്തിനെ കാണാൻ വരുന്നു. സന്ദീപ് പറഞ്ഞത് ശരിയാണ്. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. അവനെന്നെ എത്രമാത്രം മിസ് ചെയ്യുമെന്നത് എനിക്കറിയാം. അവന് മാത്രമല്ല, എൻ്റെ വീട്ടുകാർക്കും. പക്ഷേ അതിലേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. കണ്ണടച്ചാൽ തെളിയുന്നത് നാളെ നടക്കാൻ പോകുന്ന നമ്മുടെ ആദ്യ രാത്രിയാണ്. സോറി, ആദ്യ കൂടിക്കാഴ്ചയാണ്. നീ ഫോൺ നമ്പർ തന്നതു മുതൽ നിന്നെ വിളിക്കാൻ, നിന്റെ ശബ്ദമൊന്ന് കേൾക്കാൻ കൊതിയായിട്ട് വയ്യ. പക്ഷെ നിനക്ക് തന്ന പ്രോമിസ് ഞാൻ തെറ്റിക്കില്ല. അവിടെ വന്നിറങ്ങിയിട്ടേ ഞാൻ വിളിക്കൂ. എനിക്കറിയാം, നീയും എന്നെ പോലെ ഇപ്പോഴും ഉറങ്ങാതെ ഇതൊക്കെ തന്നെ ആലോചിക്കുകയായിരിക്കും അല്ലേ? ഞാൻ ഉറങ്ങാൻ നോക്കട്ടെ. രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതല്ലേ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അതൊന്നും വേണ്ട ഏട്ടാ, അച്ഛൻ സാരമില്ല, ഇരിക്കട്ടെ, വെച്ചോ. ഇന്ന് ഇന്റർവ്യൂ ഇല്ലായിരുന്നെങ്കിൽ ഞാനും കൂടി വരണമെന്ന് വിചാരിച്ചതാ. അത് സാരില്ല ഏട്ടാ. ഏട്ടൻ തന്നെയല്ല കോളേജിൽ വന്ന് അഡ്മിഷനൊക്കെ ശരിയാക്കിയത്. പിന്നെ താമസം അത് പ്രവീണിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ സ്ഥലമാണ്, ഞങ്ങൾ ആരുമില്ല. വഴി തെറ്റാനും തെറ്റിക്കാനും പല സാഹചര്യങ്ങളും കടന്നു വരും. സ്വയം സൂക്ഷിക്കുക. എന്തുണ്ടായാലും അപ്പപ്പ വിളിച്ചു പറയണം, മടിക്കരുത്. ഞാൻ സൂക്ഷിച്ചോളേട്ടാ. എന്നാ ശരി, നീ പൊക്കോ. ട്രെയിന് സമയമായില്ലേ, ഞാൻ പൊക്കോട്ടെ. ശരി ഏട്ടാ.
ഹലോ പ്രവീണേ, ഞാനിവിടെ എത്തി. നീ എവിടെയാ? എനിക്കൊന്നും കേൾക്കുന്നില്ല. എവിടെയാ നിൽക്കേണ്ടത്? ആ കണ്ടു, ഞാനവിടെ നിൽക്കാം. ഓക്കെ. എന്തൊരു മുടിഞ്ഞ ട്രാഫിക്കാ. ഡാ മനു, ഹായ് പ്രവീൺ. വാ. ആ നീ ട്രെയിൻ ഇറങ്ങിയിട്ട് വിളിക്കാന്നാ ഞാൻ കരുതിയത്. ട്രെയിൻ ഇറങ്ങിയതും ഇവിടേക്കുള്ള ബസ് നിൽക്കുന്നു. പിന്നെ വിളിക്കാനൊന്നും നിന്നില്ല. ഇന്നലെ പറഞ്ഞപ്പോ കടവന്ത്രയാണ് റൂമെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അല്ലെങ്കിൽ പെട്ടേനെ. അടുത്ത ബസ്സിന് എപ്പോഴാന്ന് അറിയില്ലല്ലോ. ഇവിടെ മിനിറ്റുകൾ ഇടവിട്ട് ബസ് സർവീസ് ഒക്കെ ഉണ്ട്. നമ്മളെ നാട് പോലെ 4 മണിക്കൂർ കൂടുമ്പോഴല്ല. വേഗം വാ, എന്റെ ഫസ്റ്റ് പീരീഡ് കട്ടായി. വാ. ആ, നിങ്ങൾ പോയില്ലേ? ഹലോ. ഹായ്, ഹായ്. വന്നിട്ട് കാണാം. ആ എന്തു പറ്റി? ലൈറ്റ് ഒന്നും ഇടാതെ ഇരുട്ട് നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല, ചുമ്മാ നിന്നതാ. നീ കാര്യം എന്താന്ന് പറ. ക്ലാസ് വിട്ട് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. എന്തു പറ്റി? ആകെ ഒരു മൂഡ് ഓഫ്. ഏയ് ഒന്നുമില്ല, ആദ്യമായിട്ടാ ഞാൻ വീട് വിട്ട് നിൽക്കുന്നത്. അതൊക്കെ 2 ദിവസം കഴിയുമ്പോ മാറിക്കോളും. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. നീ വാ, ഫുഡ് കഴിക്കാൻ. ഏയ് എനിക്കെന്തോ വിശപ്പില്ല, ഒന്നും കഴിക്കാനും തോന്നുന്നില്ല. അതൊന്നും പറഞ്ഞു പറ്റില്ല. നീ വാ, കഴിച്ചിട്ട് വരാം. ഹേയ് എന്താടാ അത്? എടാ, വാ വാ വാ, നമുക്ക് പോവാം. വാ വാ. എന്താടാ ഇതൊക്കെ? ഇവിടെ ഇതൊക്കെ പതിവാ. ഹോ, എനിക്കാകെ പേടിയാവുന്നു. പേടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാ നോ പ്രോബ്ലം. അല്ലെങ്കിൽ എപ്പോ തീർന്നു ചോദിച്ചാ മതി. നീ വാ. കൊച്ചി പഴയ കൊച്ചിയല്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. എന്താടാ ഇത്? 5ാമത്തെ ആടാ. അയ്യേ, പോയി ചത്തൂടടാ. ഇവിടെ 5 വാരം കഴിഞ്ഞിട്ട് കാലം കുറേ ആയി. എന്താടാ, എന്തു പറ്റി? എന്താ മുന്നേ കിടക്കുന്നില്ലേ? ഇല്ല, നീ കിടന്നോ. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണേ. ശ്യാമമേഘം ഇഴിതുളുമ്പി മൂകസന്ധ്യയിൽ ഉള്ളുനൊന്തു കണ്ണു ചിന്നും കുഞ്ഞു താരകം അഴലിലലിയും ഇരുളിൽ തനിയെ പെയ്തൊഴിഞ്ഞ
നീ എവിടേക്കാ പോകുന്നത്? ക്ലാസ്സിൽ വരുന്നില്ലേ? ഉണ്ട്. ഇതും കൂടി എടുത്താൽ ക്ലാസ് കഴിഞ്ഞ് കിട്ടുന്ന വണ്ടിക്ക് പോവാലോ. പറ്റിച്ച സാറോട് ചോദിച്ച് ഒരു പീരീഡ് നേരത്തെ പോണം. നാളെ പോവാന്നേ, ഞാനും വരാം. നമുക്ക് രാവിലത്തെ ട്രെയിനിൽ തന്നെ പോവാം. ഞാൻ പോവാ. ഒരാഴ്ച പിടിച്ചെന്ന് എനിക്കേ അറിയൂ. ഓ, ഇവന്റെ ഒരു കാര്യം. എന്നാ ശരി, പോവല്ലേ? പോവാം. അച്ഛൻ എവിടേക്കാ? ആ രാമുവിന്റെ വീട്ടിലേക്കാ. അവന്റെ ചെക്കനൊന്ന് പാല് വാങ്ങാൻ വന്നിട്ടില്ല. എന്താ പറ്റിയെന്നാവോ? ഞാനിത് കൊടുത്തിട്ട് ഇപ്പൊ വരാം. അച്ഛൻ ഈ ബാഗ് പിടിക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുത്തു. വേണ്ട, മോൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരല്ലേ. മോൻ പോയി ചായ കുടിക്കേ. വേണ്ട, കൊണ്ടുപോയി കൊടുത്തിട്ട് വരാന്ന്. ഇന്നാ എണീറ്റോ? വേഗം പോയി പല്ല് തേച്ചിട്ട് വാ, അമ്മ ചായ തരാം. എന്താ അമ്മേനെ രാവിലെ വിളിക്കാഞ്ഞ്? ഒന്നുമില്ല, ഇന്നലെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കിടന്നപ്പോ ഒരുപാട് വൈകിയില്ലേ കിടക്കാൻ. കുറച്ചു നേരം കൂടെ കിടന്നോട്ടേന്ന് വിചാരിച്ചു. അവരൊക്കെ എവിടെ അമ്മ? അച്ഛനും ചേട്ടനും കൂടെ പാടത്ത് പോയിരിക്കുക. ഉണ്ണിമോൾ അമ്പലത്തിൽ പോയിരിക്കുക. അവരിപ്പോ വരും. മോൻ ചായ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കെ, അമ്മ ഇപ്പൊ വരാം. അമ്മ എങ്ങടാ? അമ്മ റേഷൻ കട വരെ ഒന്ന് പോവാ. പഞ്ചസാര വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇന്ന് പോയില്ലെങ്കിൽ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. അമ്മ പോണ്ട, ഞാൻ പൊക്കോളാം. വേണ്ട മോനെ, അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അമ്മ പൊക്കോളാം. അമ്മ സഞ്ചിങ് എടുത്തേ, ഞാൻ പോയിട്ട് വരാം. ചെക്കന്റെ ഒരു കാര്യം. എന്താ ഉണ്ണി മോളെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നേ? ഞാനൊരു കാക്കയെ നോക്കായിരുന്നു. കാക്കയോ? ഞാനിതുവരെ മലർന്ന് പറക്കുന്ന കാക്കയെ കണ്ടിട്ടില്ല. മലർന്ന് പറക്കുന്ന കാക്കയോ? ഇവളെന്താണ് ഈ പറയണേ? ഓ, കണ്ട തുടങ്ങി രണ്ടും കൂടെ. ഇല്ലെങ്കിൽ അവക്ക് ഊണവും ഇല്ല, ഉറക്കവും ഇല്ല. അമ്മ ഇതൊന്ന് പിടിച്ചേ, ഞാനിപ്പോ വരാം. സന്ദീപിന്റെ വീട്ടിലേക്കാ. അവൻ എപ്പോഴും നിന്നെ ചോദിക്കാറുണ്ട്, നീ വിളിക്കാറില്ലേ? ഡാ, നീ ഇന്നലെ ഇവിടെ വന്നെന്നറിഞ്ഞു. എവിടേക്കാ? ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാ. നീയോ? ഞാനും ചുമ്മാ ഇറങ്ങിയതാ. എന്നാ വാ. നിനക്ക് എന്നോടൊന്ന് ചോദിക്കാനില്ലടാ. എനിക്ക് നിന്റെ കൊച്ചിക്കഥകൾ കേൾക്കാൻ താല്പര്യമൊന്നുമില്ല. കിച്ചോടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കിച്ചനോട് പറയാനുള്ള കഥയൊന്നും നിന്റെ കയ്യിലില്ല. എനിക്ക് പറയാനുള്ളത് നിന്നോടാ. എന്നോടോ? മനസ്സിലായില്ല. പറയടാ. നീ പറഞ്ഞത് ശരിയായിരുന്നു. FBയിലൂടെ പരിചയപ്പെട്ടതാണെങ്കിലും ഞാൻ ആൻമരിയുമായി ഒരുപാട് അടുത്തു. അവളോടൊപ്പമുള്ള നിമിഷങ്ങൾ സ്വപ്നം കണ്ട് ഞാൻ നിന്നെ എൻ്റെ വീട്ടുകാരെയും മറന്ന് കൊച്ചിയിലേക്ക് പോയത്. ഞാൻ അവിടെ എത്തിയിട്ട് ആദ്യം ചെയ്തത് അവളെ വിളിക്കുകയായിരുന്നു. അപ്പോൾ കിട്ടിയില്ല. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. FBയിൽ അയച്ച മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടിയില്ല. നിങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞ ദുഃഖം എന്നെ കാർന്നു തിന്നുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ദിവസം അവൾക്ക് റിങ് ചെയ്തിട്ടും അവൾ എടുത്തില്ല. പറ്റിക്കപ്പെട്ടു എന്ന് ഏകദേശം ഞാൻ മനസ്സിലാക്കി. കൊച്ചിയിലേക്ക് വരാനെടുത്ത എൻ്റെ തീരുമാനത്തെ ഞാൻ ശപിച്ചു. ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ ഞാൻ വിളി നിർത്തി. എന്നാൽ മൂന്നാം ദിവസം, അതായത് ബുധനാഴ്ച, അവിചാരിതമായി എനിക്കൊരു കോൾ വന്നു. ഒരുപാട് സോറി പറഞ്ഞു, എന്നെ കാണണമെന്ന് പറഞ്ഞു. എല്ലാം മറന്ന് ഞാൻ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയോടെ പിറ്റേ ദിവസം ഞാൻ അവളെ കാണാൻ പോയി. പറഞ്ഞതിലും ഏറെ വൈകിയാണ് അവൾ വന്നത്.
ഹായ് മനു. ഹായ്. ഒത്തിരി നേരമായോ വന്നിട്ട്? കുറച്ചു നേരമായി. സാരല്ല. അതാരാ, കസിനാണോ? ഏ അല്ല, അതൊക്കെ പറയാം, നീ വാ. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അവനാരാ? അത് ഇനി നീ അത് വിട്ടില്ലേ? അതെന്റെ ബോയ് ഫ്രണ്ട് ആണ്. ബോയ് ഫ്രണ്ടോ? അപ്പൊ ഞാനാരാ? നീ എന്റെ FB ഫ്രണ്ട് അല്ലേ? ഓ, ബോയ് ഫ്രണ്ട്, വാട്സപ്പ് ഫ്രണ്ട്, FB ഫ്രണ്ട്, അങ്ങനെ കുറെ തരം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലേ? എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെ ഇത് കൊച്ചിയല്ലേ മനു, ഇവിടെ ഇതൊക്കെ സാധാരണയാ. ലെറ്റ്സ് എൻജോയ്. അത് വിട്. നാളെ എന്റെ വീട്ടില് ആരുണ്ടാവില്ല. ക്ലാസ് കഴിഞ്ഞ് വിളിക്ക്, ഞാൻ വഴി പറഞ്ഞു തരാം. അവനറിയണ്ട. എന്തിന്? ഒന്നും അറിയാത്ത പോലെ. ചാറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നോ? അതൊന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഈ പബ്ലിക് പീസിന് എല്ലാം ആവശ്യം. മനു, മൈൻഡ് യുവർ വേർഡ്സ്. എന്നോട് ഇതുവരെ ഒരാണും ഇതുപോലെ സംസാരിച്ചിട്ടില്ല. അതിന് നീ ആണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇവനെ പോലുള്ളവന്മാരല്ലേ കണ്ടിട്ടുള്ളൂ. എന്നെ വിട്ടേക്ക്, സമയം കളയണ്ട. മോള് ചെല്ല്. അന്ന് ഞാൻ അവിടെ അവസാനിപ്പിച്ചത് അവളോടുള്ള പ്രണയം മാത്രമല്ല, FBയിലൂടെ പ്രണയിരക്കുന്നവളുമാരുടെ ചാറ്റിംഗ് കൂടിയാണ്. എനിക്കിപ്പോൾ അതിൽ വിഷമമൊന്നുമില്ല. എൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ച നിന്നെ എൻ്റെ വീട്ടുകാരെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖം മനസ്സിൽ വരുമ്പോൾ ചങ്ക് പറയണ വേദനയാ. എത്ര വട്ടം നിനക്ക് ഫോൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? കഴിഞ്ഞില്ല. നീ എന്താ ചെറിയ കുട്ടികളെ പോലെ? ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെന്താ? ഇപ്പൊ എല്ലാം നിന്നോട് പറഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസം തോന്നുന്നു. ഒരു കൂട്ടുകാരനോളം വരില്ലല്ലേ ഒരു പെണ്ണും. അതെ, ശരിയാ. നമ്മുടെ കിച്ചുവിനെ കണ്ടില്ലല്ലോ. ഡാ മനു, എടാ എപ്പ എത്തി? പറ, കൊച്ചിയിൽ എന്തൊക്കെ വിശേഷങ്ങള്? എന്റെ ഫോണ് കിടന്നോടാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിച്ച് അപ്പ തന്നെ വിവരങ്ങൾ ചോർത്തി തന്നെ. മറ്റവളെ കണ്ടോ? എന്തൊക്കെ നടന്നു പറയടാ. ഇല്ലടാ, ഒന്നും നടന്നില്ല. എന്ത് നടക്കാൻ? ഡാ സന്ദീപേ, ഞാൻ പോട്ടാ. അത് ചുമ്മാ എന്നോട് നമ്പർ ആർക്കല്ലേ? പറ, പറയാതെ ഞാൻ വിടില്ല. നിനക്ക് എന്താ അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാടാ. വേണ്ട, എനിക്ക് ഒന്നും അറിയണ്ട. പിന്നെ മതി. എന്താ ഉണ്ണിമോളു വിഷമിച്ചിരിക്കുന്നേ? ഏട്ടാ, ഈ ചിത്രം എത്ര വരച്ചിട്ട് ശരിയാവണില്ല. വരച്ചു ചെന്നില്ലെങ്കിൽ ക്ലാസ്സിലെ ടീച്ചർ നിർത്തും, അടിയും കിട്ടും. മോളിങ് മാർക്കേ, ഏട്ടാ നോക്കട്ടെ. ഏട്ടാ, ഇതൊന്ന് വരച്ചു തരോ? എനിക്കൊന്നും വയ്യ. ഏട്ടാ പ്ലീസ്. ഇത് മതിയോ മോളു? ഹായ്, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്കവിടെ പറ്റുന്നില്ലമ്മേ. എന്തു പറ്റി മോനെ? നിങ്ങളെയൊക്കെ വിട്ട് അവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടല. ഉറക്കം വരികയില്ല, ഒരു സുഖമല്ല അവിടെ. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? അവൻ അവിടെ ഒറ്റയ്ക്കല്ലേ, അതിന്റെ വിഷമാവും. വിഷമോ? ഇവനോ? നമ്മളൊക്കെ ശല്യമെന്ന് പറഞ്ഞു പോയ ഇവനെന്ത് വിഷമം? എടാ, നിനക്കറിയോ, എനിക്ക് ബാംഗ്ലൂരിൽ ജോലി കിട്ടിയിട്ടും പോകാത്തതിന് നീ എന്നെ കുറെ കളിയാക്കിയല്ലോ. എന്താ പോകാതിരിക്കാൻ കാരണം എന്നറിയോ? എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയന്റെയും അനിയത്തിയുടെയും കൂടെ കഴിയാൻ വേണ്ടിയിട്ടാ. നീ ചെയ്തതോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇനിയൊന്നും ചെയ്യാനില്ല. ഇല്ലാത്ത കാശ് മുടക്കിയാ കോഴ്സിന് ചേർത്തത്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. ഏട്ടൻ പറയണതൊക്കെ കേട്ട് മോൻ വിഷമിക്കണ്ട. ഏട്ടൻ പറഞ്ഞതാ ശരി. ഞാൻ എന്റെ ഭാഗം മാത്രമേ ചിന്തിച്ചുള്ളൂ. മോൻ പോയി കിടന്നുറങ്ങിക്കോ. രാവിലെ നേരത്തെ എണീച്ച് പോകാനുള്ളതല്ലേ. ചെല്ല്.
ഇത്തവണത്തെ യാത്ര ഡാ മനു നിന്റെ കഴിഞ്ഞില്ലേ? ദാ വരുന്നേട്ടാ. ഏട്ടാ ഏട്ടനി എന്നാ വരാ? ഏട്ടൻ വെള്ളിയാഴ്ച വരുമോളൂ. എന്താ എന്തെങ്കിലും വരയ്ക്കാണ്ടോ? ഏട്ടൻ വന്നിട്ട് വരച്ചരട്ടോ. വരയ്ക്കാ ഒന്നുമില്ല. ഏട്ടല്ലെങ്കിൽ ഇവിടെ ഒരു സുഖല്ല. എന്തിനാ മോളെ ഏട്ടനെ ഇങ്ങനെ വിഷമിപ്പിക്കണേ? അച്ഛാ ഞാൻ ഇറങ്ങട്ടെ. അമ്മേ ഉം, ഞാൻ പോട്ടെ. ഉം. ഇനി വെള്ളിയാഴ്ച ആവണ്ടേ അമ്മേനെ ഒന്ന് കാണാൻ. അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഉം. എന്താ മോനെ? അമ്മ എനിക്കൊരു ഉമ്മ തരുമോ? മോനെ എന്താ എന്റെ മോന് പറ്റിയേ? എന്താ ഇങ്ങനെയൊക്കെ? മോനെ മതി, ഒരാഴ്ച പിടിച്ചു നിൽക്കാൻ എനിക്കിത് മതി. ഞാൻ പോവാ.